ഹായ്, എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് ക്വിസിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു ക്യാരറ്റ് അച്ചാറാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 ക്യാരറ്റ് കഴുകി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം ഉണ്ട്. ഇതിൽ ഇനി 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവയൊന്ന് വറുത്ത് മാറ്റാം. ഈ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് ചെറിയൊരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് കായം വറുത്തെടുക്കാം. ഞാനിവിടെ 1 കഷ്ണം കായമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 ഗ്രാം ഉണ്ട്. ഇതിങ്ങനെ ചട്ടിയിൽ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. ഇതിങ്ങനെ പൊട്ടുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇനി ഈ ഉലുവയും കായവും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇൻസ്റ്റൻറ്റ് പൊടികൾ ചേർക്കാതെ ഇതുപോലെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറൊക്കെ കുറച്ച് നാൾ കേടുകൂടാതെയൊക്കെ ഇരിക്കും. ഈ കടുക് ഇപ്പോൾ ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓണാക്കി ഈ ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ചേർത്തിട്ട് ഇളക്കിയെടുക്കാം. നേരത്തെ ക്യാരറ്റിലേക്ക് കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിരുന്നു. ഇനി പോരായ്കയുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കായപ്പൊടി കൂടി ചേർത്ത് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി പൊടിച്ചു വെച്ച ഉലുവപ്പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചധികം നാൾ കേടുകൂടാതിരിക്കണം എന്നുള്ളവർ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എണ്ണ കൂടുതൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.